ഒരു ഗീതകം ഇവിടെ. ജീവിതം സാക്ഷിയുടെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. ജീവിതം സാക്ഷി. ഒരു പെണ്ണിനെ ഇട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത്. ഇവിടെ വന്നോണ്ട് വലിയ ഗമയായിട്ട് പറയും എൻ്റെ ഭാര്യയും എൻ്റെ അമ്മായിയമ്മയും. എന്ത് ഭർത്താവ്? അവരെ ഒരു സമാധാനമായിട്ട് ഒരു ദിവസം നിങ്ങൾ ജീവിപ്പിച്ചോ? ഒരു മണിക്കൂർ അവരെ സമാധാനമായി ജീവിച്ചോ? കല്യാണം കഴിഞ്ഞ ഉടനെ അവർ അച്ഛൻ മരിക്കാൻ കിടക്കുമ്പോൾ പോലും നിങ്ങൾ എന്ത് ചെയ്തു? കൂടെ ഇരുന്ന് കരഞ്ഞ് അവര് ശവടക്കത്തിന് പോലും ഇരുത്തിയില്ലല്ലോ നിങ്ങൾ. അങ്ങനത്തെ ഒരാളല്ലേ നിങ്ങൾ? പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ നിന്ന് പോരുന്ന പിറ്റേ ദിവസം ഒന്നല്ല, അന്ന് വൈകിട്ട് പോകുന്നു. വൈകിട്ട് ബലമായിട്ട് പിടിച്ചിറക്കി കൊണ്ടുപോകും. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഇപ്പോൾ വിളിച്ചാൽ മക്കളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ? മക്കൾ വരിക്കും പറയണേ എനിക്ക് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അച്ഛൻ വേണ്ട. കാരണം അവർക്ക് പേടിയാണ്, നിങ്ങളെ വെറുപ്പല്ല, പേടിയാ. ഏത് നിമിഷം എന്ത് ചെയ്യുന്നു സ്വന്തം പിള്ളേരങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്താ അച്ഛനാ? 16 വയസ്സ് ഒരു ആൺകുട്ടിയാണ്. ഞാൻ വഴി വെച്ച് കാണും മിണ്ടുന്നുണ്ടായിരുന്നു. അവർക്ക് പേടിയാ. അവരിപ്പോ അമ്മയോട് പറഞ്ഞിരിക്കുക നമുക്ക് ഇങ്ങനെ അച്ഛനേ വേണ്ടെന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെ പറയിപ്പിക്കില്ലേ നിങ്ങൾ? നിങ്ങൾക്ക് ഒരു കുടുംബം വേണ്ടേ? അല്ല പറയാം, ഒരു കുടുംബം നിങ്ങൾക്ക് നല്ല ഒരു ആണും പെണ്ണായിട്ട് 2 പിള്ളേര്, നിങ്ങൾ കുറ്റം പറയുന്നത് നല്ലൊരു ഭാര്യ. എത്ര നല്ലതായിട്ട് ഒരു കുടുംബം നടത്താൻ നിങ്ങൾ. ഞാൻ നടത്തിക്കൊണ്ടിരുന്നാണല്ലോ മാഡം, ഇപ്പോഴും നടത്താൻ ഞാൻ തരാം. പക്ഷെ വേണ്ടാത്തവരെ ഞാൻ എനിക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റുമല്ലോ. കോളേജിൽ നിന്ന് വരും പറഞ്ഞ് അരി മേടിച്ച് കൊടുക്കണം, അത് മേടിച്ച് കൊടുത്തൊക്കെ കൊണ്ട് തിന്നാലിട്ട് വലിച്ചെറിഞ്ഞ ചൂടായിരുന്നു. ഈ വീടിന് തൊട്ടടുത്ത വീട്ടുകാരാണ് ഞങ്ങൾ. ഈ വീട്ടിൽ കഴിഞ്ഞ ഞങ്ങൾ താലിക്കുണ്ട്. ഈ തോമം വന്ന് വീട്ടിൽ വന്ന് അലമ്പ ഉണ്ടാക്കുക, പിള്ളേരെ അടിക്കുന്നു, പേടിപ്പിന്ന് വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സംഭവം ഒന്നും വീട്ടിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അവൻ അടി കൊടുക്കാൻ വേണ്ടി അവൾ തൻ്റെ ഇടവും ഇല്ല. അവളെ കാണുമ്പോൾ ഇവൾ ഓടുകയുള്ളൂ, ഇവന് ഓടുകയുള്ളൂ. അവൾ പറഞ്ഞ മുഴുവൻ കള്ളത്തരം മാത്രം പറഞ്ഞതുള്ളൂ. അവരിങ്ങനെ തോന്നുവാൻ നടക്കുന്ന പെണ്ണാണ് എന്നും വിളിച്ച് പറയും. അവനും നല്ല ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ അലമ്പും വയ്യാലിക്ക് വീട്ടിൽ വരുന്നില്ല. അങ്ങനെ അലമ്പുമില്ല, വീട്ടിൽ പിള്ളേരെന്ന് ശരിക്കും നോക്കുന്നുമുണ്ട്. വീട് പണിയാൻ വേണ്ടി അവർ കല്ലിറക്കിയിട്ടതാണ്. കല്ലിറക്കിയിട്ട് വീട് പണി അവിടെ സമ്മതിക്കില്ല. പഞ്ചായത്തിൽ നിന്ന് ലോൺ അനുവദിച്ച് കാശും കൊടുത്തതാണ്. വീട് പണി അവർ അനുവദിക്കുന്നില്ല, അതുകൊണ്ടാണ് വീട് പണിയാത്തത്. പിന്നെ പിള്ളേരെ നോക്കുന്നില്ല പറയുന്നതൊന്നും അർത്ഥമുള്ള കാര്യമല്ല. ഈ അയൽവക്കത്തെ എല്ലാവർക്കും അറിയാൻ നോക്കുന്നത്, അയൽവക്കാരെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പിള്ളേരൊരിക്കലും പട്ടിണിക്ക് ഇടുവാൻ നോക്കാതിരിക്കുകയൊന്നും ചെയ്യുന്നില്ല. അതൊക്കെ മനഃപൂർവ്വം പറയുന്ന കാര്യമൊന്നും മാത്രമേ ഉള്ളൂ. ശരി, നിങ്ങൾക്കിപ്പോൾ എന്താ ആവശ്യം പറയൂ. ഞാനൊരു കേസ് തന്നിട്ടില്ല. ഞാൻ കേസ് കൊടുത്തു. നിങ്ങൾക്ക് ഭാര്യയും മോളും നിങ്ങൾ പണം തരാന്നൊക്കെ സമ്മതിച്ചു, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യം. പിന്നെ അതിനുള്ള ചെലവിനെങ്കിലും നിങ്ങൾ കൊടുക്കണ്ടേ? കൊടുക്കുന്നുണ്ട്. ഇപ്പൊ 5 മാസമായിട്ട് കൊടുക്കുന്നില്ലല്ലോ. അല്ല, അങ്ങനെയല്ല. പുള്ളി ഇടയ്ക്ക് ഞാൻ കോടതിയിൽ ചെന്നിട്ട് പൈസ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ കൊണ്ടുപോയി ഇടും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് 2 മാസം ഗ്യാപ്പ് ഉണ്ടേ അത് വിട്ട് ആഗസ്റ്റ് വരെ കൊടുത്തു എന്ന് പറയുന്നത്. ആഗസ്റ്റ് ആണെങ്കിൽ 3 മാസത്തെ കുടിശ്ശികയുണ്ട്, അവർ പറയുന്നത് 5 മാസത്തെ കുടിശ്ശികയുണ്ട്. ആഗസ്റ്റ് അതെ, ഇവര് പറയുന്നത് ഇടയ്ക്ക് അവർ പറയുന്ന മാസം മാത്രം കൊടുക്കും. ബാക്കി 2 മാസം ഉണ്ടാവില്ല ബാക്കി. ഞാൻ കോടതിയിൽ ചെന്ന് പറയുമ്പോൾ ആ മാസത്തെ അങ്ങനെ അങ്ങിടും. അപ്പൊ അതിന് മുമ്പ് 1 മാസം ഉണ്ട്. അറിയണമെങ്കിൽ അതിന്റെ രേഖകൾ കിട്ടെങ്കിൽ അത് കോടതിയെ കൃത്യമായി ധരിപ്പിക്കണം. ഇങ്ങനെ കുടിശ്ശിക വരുത്തുന്നുണ്ടെങ്കിൽ കൃത്യമായി തന്നെ വക്കീൽ മുഖേന അത് ധരിപ്പിക്കണം. പെറ്റീഷൻ ഇടാമെന്ന് വക്കീൽ പറഞ്ഞു. അത് കൃത്യമായിട്ട് ചെയ്യണം. 1 മാസം തന്നില്ല എങ്കിൽ അടുത്ത മാസം പിന്നെയും വെയിറ്റ് ചെയ്ത്, ആ വെയിറ്റ് ചെയ്ത് നിങ്ങൾ ഇരിക്കുന്നതും നിങ്ങളുടെ ഭാഗത്തുള്ള വീഴ്ചയാണ്. പിന്നെ സെപ്റ്റംബർ 30-ാം തീയതി തന്നെ 2250 രൂപ അടച്ചതായിട്ട് കാണുന്നുണ്ട്. അതൊക്കെ കിട്ടിയതാ. പിന്നെ സെപ്റ്റംബർ കഴിയുമ്പോൾ പിന്നെ അതിന് വേണ്ടി കുടിശ്ശിക ഇല്ലല്ലോ. പിന്നെ അങ്ങനെയാണെങ്കിൽ ഇല്ല, അതിനിടയ്ക്കത്തെ കുറെ മാസങ്ങളിലും ഉണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുള്ളി ഇടുകയല്ലായിരുന്നു ആദ്യമൊന്നും. അപ്പം ഞാൻ ചെന്നിങ്ങനെ പറയുമ്പം ആ മാസത്തെ പുള്ളി ഇടും. പിന്നെ 2-3 മാസം ഇങ്ങനെ അടയ്ക്കും. പിന്നെ ഇങ്ങനെ 2 മാസം അടക്കിയാൽ അങ്ങനെയൊക്കെ അതുകൊണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അത് ബുക്ക് പാസ്ബുക്ക് അല്ല, ഇതിനകത്ത് 4500 9000 രൂപ അങ്ങനെ അടച്ചായിട്ട് കിടന്ന് 4-ന് ശേഷം ഇതിനകത്ത് എമൗണ്ട് പേയ്മെന്റ് കാണുന്നുണ്ട്. എന്തായാലും നിങ്ങൾ പറയുന്നത് എന്താണെന്ന് അറിയണോ? ഇതിനകത്ത് എമൗണ്ട് പേയ്മെന്റ് കാണുന്നുണ്ട്. 7/4 ഏപ്രിൽ മാസത്തിൽ 4500 അടച്ചായിട്ട് കാണുന്നുണ്ട്. പിന്നെ അത് തന്നെ 9000 രൂപയായി. അത് 2 മാസത്തെ തന്നെ അതായി. അത്ര ശരിയാണ്. നിങ്ങളത് അന്വേഷിച്ച് നോക്കണം. ഈ എമൗണ്ട് നിങ്ങളുടെ പാസ്ബുക്കിൽ വരുമോ? ഈ ഇടയ്ക്കുള്ള ഇങ്ങനെ വരുന്നേ ഉള്ളൂ. നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് അറിയാൻ കൃത്യമായിട്ടുള്ള മാസങ്ങളുടെ കണക്കിൽ അദ്ദേഹം പൈസ അടയ്ക്കുന്നുണ്ടോന്നാണ് ഈ റെസീറ്റ് ഒക്കെ വെച്ചുകൊണ്ട് റെഗുലർ പേയ്മെന്റ് കാണുന്നു. 5/11 31/12 ഈ മാസത്തെ അടുത്ത മാസത്തെയും കൂടി പിന്നത്തെ മാസം അടയ്ക്കുമ്പോഴും അത് 2 മാസത്തെ ആണല്ലോ നിങ്ങൾക്ക് കിട്ടുന്നത്. 31 28/2 അത് റെഗുലർ പേയ്മെന്റ് തന്നെ കാണുന്നുണ്ട്. എത്ര വരുമാനം ഉണ്ട് ഇപ്പോ? പണി കുറവാ. എന്നാലും 2250 രൂപ കൊടുക്കണം. കുറവെങ്കിൽ എത്ര കിട്ടും?
ഇപ്പം ഞങ്ങൾക്ക് ഡെയിലി എന്ന് പറയാൻ ഉള്ള രീതി വരുന്നില്ല. ചിലപ്പോൾ 150 രൂപ, ചിലപ്പോൾ 250 രൂപ, ചിലപ്പോൾ 300 ഇത് രൂപ. ഏത് വർഷം ഉണ്ടായ ഉത്തരവ്? അത്രേ കിട്ടുന്നുള്ളൂ. അത്ര കിട്ടുന്നുള്ളൂ. അപ്പോൾ 2000 രൂപ അടയ്ക്കണം. അതെങ്ങനെയല്ല അടച്ചു ഞാൻ വിട്ടു. ഇടയ്ക്ക് കേസ് എന്തെങ്കിലും കൊടുത്തിട്ട് പറഞ്ഞാൽ അധികം താമസിക്കുന്നതിന് പകുതി പകുതിയാണോ? 2000 പകുതി പകുതിയാണോ ഓരോരുത്തർക്ക്? ഓരോ കുട്ടിക്കും പകുതി പകുതിയാണ്. 1000 1250 വെച്ച്. അന്നേരം ഇനി 2 വർഷം കഴിച്ചതിക്ക് അത് കൂട്ടി കിട്ടാനായിട്ട് നിങ്ങൾക്ക് വേറെ ഹർജി കൊടുക്കാം. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ല താമസിക്കുന്നത്. ഇപ്പൊ ആ വീട്ടിൽ രണ്ടായിട്ട് താമസിക്കുന്നേ. രണ്ടുപേരും രണ്ടായിട്ട് താമസിക്കുന്നു. താമസിക്കാൻ ഇപ്പൊ വഴക്ക് വയ്യാവയൊന്നുമില്ല. ഇപ്പൊ ഞാൻ പോയി കഴിയുമ്പോൾ പിള്ളേര് വന്നിട്ട് മുറിക്കകത്തേക്ക് കയറിയിട്ട് പറയാൻ കൊള്ളാത്ത ഭാഷ എല്ലാം പറയും. അതെങ്ങനെയാ മാഡം? ഞാൻ 5:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. വൈകിട്ട് വരുന്ന 8 മണിയാകുമ്പോൾ. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ വീട്ടിൽ വരുന്നില്ല. പിന്നെ എങ്ങനെയാണ് കുട്ടികളിവിടെ ഉണ്ടല്ലോ, കുട്ടികൾ പറയുന്നത് എന്തായാലും ഞാൻ ആ പിള്ളേരോട് ഒരക്ഷരം പോലും ഇപ്പം മിണ്ടാറില്ല. ഞാൻ 5:30 ആകുമ്പോൾ ഈ നിങ്ങളുടെ മക്കളല്ലേ, നിങ്ങൾ തമ്മിൽ ഭർത്താവുമായി എന്ത് വഴക്കുണ്ടാക്കിയാലും ആ പിള്ളേരല്ലേ, നിങ്ങളുടെ കുട്ടികളല്ലേ. പിള്ളേരോട് മിണ്ടുന്നുണ്ട്. പക്ഷെ ഞാൻ മിണ്ടിയപ്പോൾ ഇവിടെ ഒരു ദിവസം കൊച്ചു ജയിച്ചോന്നറിയാൻ വേണ്ടിയിട്ട് 7 ഇവിടെ വീട്ടിലുണ്ടെന്നുള്ള അറിഞ്ഞില്ല. ഞാൻ ചെന്ന് മുറി കൂടെ എത്തി കഴിഞ്ഞ് കഥ തുറന്നിട്ട് എത്തി കഴിഞ്ഞ് നോക്കി ഇവിടെ ഇതാ ഇവിടെ സ്ഥിരം പണിയല്ലേ. നിന്നെ ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾ ഇതെല്ലാം പണിയല്ല, നിങ്ങൾ അപ്പനും മക്കളും കൂടെ ഒത്തുകളിക്കാം. വിഷയമൊന്നുമല്ല, ഇത് സത്യം മാത്രമേ ഞാൻ പറഞ്ഞത്. കോടതി പോലും ഈ പിള്ളേരോട് ഞാൻ പറഞ്ഞേക്കുന്ന ഒരു വാക്കാണ്, ഇത്രയും പ്രായമായ മക്കളാ, ഞാൻ നുണ പറയുന്നുണ്ട് അവർക്കറിയാം ഞാൻ നുണയാ പറയുന്നതെന്ന്. നിങ്ങൾ നിഷ്പക്ഷമായിട്ടേ പറയാവുള്ളൂ, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അനുഭവിച്ച കുഞ്ഞുങ്ങളാണ് നിങ്ങൾ, അങ്ങനെ നിങ്ങൾ പറയാവുള്ളെന്ന് ഈ പിള്ളേരോട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് വരെ എൻ്റെ സൈഡ് പറയാൻ ഞാൻ ഇവരോട് സംസാരിച്ചതിന് അടിച്ചോ? ഇല്ല, അടി കൊടുത്താ ഇവിടെ ആ കൊച്ചു നിലവിളിക്കായി കിടന്ന് കാരണം ഇനി മേലെ അങ്ങനെ ഉണ്ടെങ്കിൽ ആ കൊച്ചിനോട് ചോദിക്കാമല്ലോ, കൊച്ചുണ്ടല്ലോ. അല്ലെങ്കിൽ പിള്ളേരെ കാണുമ്പോൾ മിണ്ടുന്ന വഴി വെച്ച് കാണുന്ന ഈ പുള്ളിയുടെ വായിന്ന് വരുന്ന വർത്താനങ്ങൾ കേട്ടാ ഈ പിള്ളേര് പുള്ളിയുടെ മുഖത്ത് നോക്കിയല്ലോ, ആ ഫോണിനകത്ത് കിടപ്പുണ്ട്. അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോമൻ, അത് മുഴുവനും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സന്തോഷമായിട്ട് കഴിഞ്ഞോളൂ. ഈ 2250 എന്തായാലും നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് കൊടുത്താൽ നിങ്ങൾ എന്ത് സന്തോഷമായിട്ട് കഴിയാം. നിങ്ങൾ എന്തിനാ ഈ രണ്ടുപേരും രണ്ടായിട്ട് വൈരാഗ്യമൊക്കെ എന്തിനാ? ഞാൻ ഈ പ്രീത ജോലി ചെയ്തുകൊണ്ടിരുന്ന ഫാക്ടറിയുടെ തൊട്ട് ചേർന്ന് ഹോട്ടലിൽ നടന്നൊരു വ്യക്തിയാണ്. എനിക്കിവരുടെ കാര്യങ്ങൾ കുറേയൊക്കെ അറിയാം. കുറേയൊക്കെ കരഞ്ഞുകൊണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പോട്ട് എന്നോട് പറയാറുണ്ട്. ഞാനിത് ഒരിക്കലും ഇവരുടെ ഭർത്താവിടെ ബഹളം ഉണ്ടാക്കിയപ്പോഴത്തേക്കും എൻ്റെ ഹോട്ടലിൽ വന്നിരുന്നു. ഞാൻ അന്നേരം പുള്ളി കുറേ റേസായി കയ്യെ പിടിച്ച് ഇറക്കി വിട്ടതൊക്കെയാണ്. ഇപ്പോഴും മോശമായിട്ടൊന്നും ഈ പ്രീതയെക്കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടുമില്ല. നല്ല സ്വഭാവമാണ്. നമ്മളൊക്കെ ആയിട്ട് നല്ല സഹകരണം, നല്ല രീതിയാണ്. ഓരോ സങ്കടവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ ബുദ്ധിമുട്ടിട്ടുണ്ട്. പുള്ളിയുടെ മോളെ പഠിക്കാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം പുസ്തകം ഇല്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോൻ്റെ പുസ്തകം കൊടുത്താണ് അത് പഠിപ്പിച്ചത്. അതിപ്പോൾ ഈയിടെ വിളിച്ചെന്നോട് പറഞ്ഞു എല്ലാ വിഷയത്തിനും A+ ആയിരുന്നൊക്കെ എന്നോട് വിളിച്ച് പറഞ്ഞായിരുന്നു. നല്ല സ്വഭാവം, നല്ല സ്ത്രീയാണ്. നിങ്ങളുടെ വാശി, നിങ്ങളുടെ ഈ ആൾക്കാർ നിങ്ങളാദ്യം തിരുന്തണം. ഇവിടെ കോടതിയിൽ പറഞ്ഞതാണ് കമ്മീഷൻ മുമ്പാകെ 2 ഫോണുണ്ട്, ഞാൻ ഫോൺ വിളിക്കാറുണ്ട്. അങ്ങനെ പണിക്ക് പോയി കഴിഞ്ഞാൽ ഫോൺ ഇല്ലാത്ത ഒരു മനുഷ്യരില്ല. കമ്മീഷന് മുന്നേ ഒരാളുണ്ട്. ഒരു നിമിഷം നിൽക്കി സോമൻ, ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണ ഒരു തെറ്റുമില്ല. നിങ്ങളിപ്പോ ഉപയോഗിച്ചതിനേക്കാളൊന്നും അവർ മോശമായിട്ടൊന്നും ഉപയോഗിക്കില്ല. അവർ 2 കുട്ടികളുടെ അമ്മയാണ്. അവർ പിള്ളേരുള്ളപ്പോൾ അവർക്ക് അറിയാം. മുതിർന്നൊരു മോനുണ്ട്, 10-15 വയസ്സുള്ളൊരു മോനുണ്ട്. അതിന് വെച്ചുകൊണ്ട് അവരങ്ങനെ ചെയ്യുമോ? ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത്. അങ്ങനെ ഒരിക്കലും നിങ്ങളുടെ ഭാര്യ നിങ്ങളൊരു വാക്കിൽ നിങ്ങൾ പറഞ്ഞു, ശരിയാണോ ഇല്ലയോ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല. നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച് നിങ്ങളുടെ വായിൽ വന്ന് തെറ്റായിട്ട് ഒരിക്കലും ഒരാളായിട്ട് നിങ്ങൾ ബന്ധപ്പെടുത്തി പറയരുത്. ഒരിക്കലും പറയരുത്. ദൈവത്തിന് നടക്കാത്ത ഒരു കാര്യമാണ്, ഒരിക്കലും പറയരുത്. ഞാൻ ദൈവത്തിന് നടക്കാത്ത ഒരു കാര്യം പിന്നെ കുട്ടികൾക്ക് നിങ്ങൾക്കും 2250 രൂപ മാത്രമായിട്ടാണ്. പക്ഷെ അത് വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് ആണെന്നാണ് മനസ്സിലാവുന്നത്. അപ്പൊ അത് കൂട്ടി കിട്ടാൻ നിങ്ങൾ തീർച്ചയായിട്ടും അപേക്ഷ കൊടുക്കണം. ആലോചിച്ചിട്ട് ചെയ്യാൻ നോക്കുന്നത് കേട്ടോ. സോമൻ ഇപ്പൊ ഇവരുമായിട്ട് ഒരുമിച്ച് താമസിക്കുന്നതിന് സോമൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്? ഭാര്യയും ഇപ്പൊ നേരത്തെ പോലെ നിങ്ങളുടെ ഭാര്യയായിട്ടും മക്കളുമായിട്ട് സ്നേഹിച്ച് ഈ 1 മുറി 2 മുറി താമസിക്കാതെ 1 മുറി താമസിക്കുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്? എനിക്കൊരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് അവരെ സംബന്ധിച്ചുള്ള പരാതി എന്താണ്? പിന്നെ മദ്യപാനം ഉണ്ടോ? എനിക്ക് മദ്യപാനം സ്ഥിരമെന്നുള്ള മദ്യപാനം ഇല്ലെന്ന് ഞാൻ വല്ല ക്രിസ്മസോ ഇങ്ങനെ വരുമ്പോ ഞങ്ങൾ കൂട്ടുകാർ കൂടിച്ച കഴിക്കും. അത്രേ ഉള്ളൂ. സ്ഥിരമായിട്ട് മദ്യപാനം ഇല്ല. നിങ്ങൾക്ക് അവരെ സ്വഭാവ സംശയം ഉണ്ടോ നിങ്ങൾക്ക്? എനിക്ക് ഈ ഫോൺ വിളിയിൽ മാത്രമുള്ള പ്രശ്നമുള്ളൂ. അത് തീർന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം. ഫോൺ വിളി ആയിക്കോട്ടെ, നിങ്ങൾക്ക് അവരുടെ സ്വഭാവത്തിൽ പിന്നെന്താ ഒരുമിച്ച് അവരെ ബുദ്ധിമുട്ടുകൊണ്ടാണോ നിങ്ങളെ ബുദ്ധിമുട്ടുകൊണ്ടാണോ ഈ ഒരുമിച്ച് താമസിക്കാത്തത്? എന്നോട് പറഞ്ഞ അവൾ ചതേ പോയാൽ പോലും താമസിക്കത്തില്ലെന്നാണ് എൻ്റെ കൂടെ പോയി കല. അത് തന്നെയല്ല, കോടതി പറഞ്ഞ ഭാഷയാണ് അവൻ്റെ ഭർത്താവായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റുകയില്ല. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നാട്ടുകാർ കുറ്റം പറയുന്നു. പക്ഷേ നാട്ടുകാർ പറയുന്നത് നീ എങ്ങനെ ഒരുമിച്ച് പോകാനാണ് പറയുന്നത്.
അല്ല പ്രീത സമ്മതിക്കുക ഒരു നാട്ടുകാർ പോലും ഇവർക്ക് ഒരു സപ്പോർട്ട് അവിടെ രണ്ട് മക്കളെ പ്രീത സമ്മതിക്കുകയാണെങ്കിൽ മക്കൾ അവരുമായിട്ട് ഒരുമിച്ച് താമസിക്കുന്നതിന് നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ട് പ്രീത സമ്മതിക്കുകയാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നും പക്ഷേ എങ്ങനെ 9-10 വർഷം ജീവിച്ചാൽ അതുപോലെ പോകണം മുന്നോട്ടും. സാധാരണ അന്ന് ഞങ്ങൾ നല്ല ഇഷ്ടത്തോടു കൂടി തന്നെ ജീവിച്ചു. കാരണം കഞ്ഞി ഞാൻ വെച്ച് കൊടുക്കും, പാത്രം തേച്ച് കൊടുക്കുമായിരുന്നു, വെള്ളം കോരാൻ കൊടുക്കുമായിരുന്നു. ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് പോയി വെള്ളം കോരുമായിരുന്നു. വീട്ടുജോലി മുഴുവനും പണ്ട് ചെയ്തോണ്ടിരുന്നത് അങ്ങനെയൊന്നും ഇല്ല മേഡം. എന്നാലും രണ്ടുപേരും ഭാഗിച്ച് ചെയ്തോണ്ടിരുന്നു അല്ലേ? ഒരു വർഷമായിട്ട് പ്രീതയെ അറിയാം. എല്ലാ കാര്യങ്ങളും പ്രീത ഇവിടെ വന്ന് പറയാറുണ്ട്. ആകപ്പാടെ ഒരു അവസ്ഥ മോശമായ രീതിയിലുള്ളൊരു ഇടപാടുകളാണോ പ്രീതയുടെ ഭർത്താവ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം വരുമ്പോൾ ഞങ്ങളോടെല്ലാം പറയുകയും കരയുകയും എല്ലാ വിഷമതകളും ഞങ്ങളോട് പറയാറുണ്ട്. ഈ മദ്യപാനമാണ് ഇതിനെല്ലാം കാരണം. അതുകൊണ്ട് എന്തെങ്കിലും ഈ ചാനൽ വഴി ആ പ്രീതയ്ക്ക് എന്തെങ്കിലും ആ പ്രീതയ്ക്കും കുട്ടികൾക്കും ഒരു വഴി കാട്ടി കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. അതുപോലെ തന്നെ പ്രീത ഞങ്ങൾ എപ്പോഴും വണ്ടിയൊന്നും ഇല്ലാത്തൊരു റൂട്ടാണ് ഞങ്ങളുടെ സ്ഥലം. അവിടുന്ന് 2 കിലോമീറ്ററോളം നടന്നു വന്നാണ് ഇവിടെ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വന്നു കഴിയുമ്പോഴത്തേനൊക്കെ ആകെ എന്നും വരുമ്പം തന്നെ മുഖമൊക്കെ ആകെപ്പാടെ മ്ലാനമായിട്ട് വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഞങ്ങൾക്കും അത് കാണുമ്പോൾ ആകെ വിഷമമുണ്ട്. ഇപ്പം ഈ മക്കൾ നിങ്ങൾക്കെതിരായിട്ട് സംസാരിക്കാനുള്ള സാഹചര്യം എന്താ? അത് ഞാൻ പറഞ്ഞില്ല, ഇവിടെ ശരിക്കുള്ള ഭാഷയ്ക്ക് പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടോ, നിങ്ങൾ ആലോചിച്ച് വേണം ഓരോ ഉത്തരം പറയുന്നത്. ഞാൻ പറഞ്ഞു തന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ എന്നാണ്. പ്രതിക്ക് എന്താ കുഴപ്പം? എനിക്ക് ഒരു മനുഷ്യനോട് മിണ്ടാൻ മേല, അവരെല്ലാം എന്റെ കൂടെ. അത് ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ജോലിക്ക് പോയ എന്നെ വിളിച്ച് വരുത്തിയച്ച് അവിടം വരെ ചെല്ലണമെന്നും പറഞ്ഞ് വിളിച്ചു. പിറ്റേ ദിവസം ഞാൻ ചെല്ലുന്നു. അല്ല അന്ന് വെച്ചാൽ ഞാൻ കണ്ടാ ചെന്നു ചെന്ന ഉടനെ സ്വാമി വിളിക്കാൻ പോയിരിക്കുമായിരുന്നു. വിളിച്ചു വന്ന വഴി ഇവിടെ പണിയും കഴിഞ്ഞ് വന്ന് കട്ടിലേ കിടക്കുക. കാല് മടക്കി അടിച്ചു, കൊങ്ങാക്കി കുത്തിപ്പിടിച്ചു. അവിടെ കിടന്നുകൊണ്ട് ഭയങ്കര ഉണ്ടപ്പെടുത്താൻ കൊച്ചുങ്ങൾ കാർന്നു. ഞാൻ ഓടി അതിലൊക്കത്തി ചെന്നു. ഇങ്ങനെ വേളമാണ്. ഞാൻ ഇവിടെ വന്ന് എന്നെ വിളിച്ചു വരുത്തുകയെന്ന് നോക്കി. അപ്പം എന്നെ കാണിക്കാൻ വേണ്ടിയല്ലേ എന്നോട് കേസ് കൊടുക്കാൻ എന്തായാലും പറഞ്ഞു. ഇഷ്ടം പോലെ പറഞ്ഞു എന്നോട് കേസ് കൊടുക്കാൻ. ഇതുങ്ങൾ തല്ലി ചാടിച്ച് വിട്ടേച്ച് നീ എന്നാ ചെയ്യുന്നും പറഞ്ഞ അതൊന്നുമല്ല, എന്നെ വിളിച്ചു വരുത്തേച്ച് കാണിച്ച പണിയാണ്. ശരി, ഒരു നിമിഷം. ഈ സോമൻ ഇത്രത്തോളം ശക്തമായിട്ടും ധൈര്യമായിട്ട് സംസാരിക്കണമെങ്കിൽ ധിക്കാരത്തോട് സംസാരിക്കുകയാണ്. എവിടെ നിന്നാണ് ഇങ്ങേർക്ക് ഈ പിൻബലം കിട്ടുന്നത്, ഈ ധൈര്യം കിട്ടുന്നത്? അത് ഞാൻ അന്വേഷിക്കുക തന്നെ ചെയ്യും. ഇതിൻ്റെ പുറകെ എന്തൊക്കെയോ ആരൊക്കെയാണെങ്കിലും ശരി ഞങ്ങൾ കണ്ടുപിടിക്കും. പിന്നെ അവരെ കൊണ്ട് മറുപടി പറയിക്കും. സോമനെ ആരോ പിൻബലം കൊടുത്തിട്ടുണ്ട്, ഇതിൽ യാതൊരു സംശയമില്ല. 8 വർഷമായിട്ട് എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ് പ്രീത. പിന്നെ പലതവണ പുള്ളി വെള്ളമടിച്ച് ഇങ്ങനെ പറയുന്നതായിട്ട് ഇങ്ങനെ ഇതായിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടിയുടെ അടുത്തൊന്നും ഈ പ്രീതയുടെ അടുത്തൊന്നും യാതൊരു പ്രശ്നങ്ങളും ഞങ്ങളിവിടെ ഇതുവരെ അറിഞ്ഞിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഈ സോമൻ എന്ന് പറഞ്ഞ കക്ഷി പലതവണ എൻ്റെ കമ്പനിയിൽ വന്നിട്ടുണ്ട്, വന്നിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം പലതവണ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവണ്ട എന്നും പറഞ്ഞ് ഞങ്ങൾ മാറ്റിവിട്ടിട്ടുമുണ്ട്. കക്ഷി വെള്ളമടിച്ചാൽ ഭയങ്കര പ്രശ്നമാണ് പുള്ളിക്കാരത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. 40 വർഷമായ പെര മൺവെട്ടി തെങ്ങിൻ്റെ ഉത്തരം മുഴുവൻ കട്ടിൽ തുറച്ചു കൊടുത്തിരിക്കുക. ഞാൻ 1 വർഷം മുറി തുറന്നു കൊടുക്കോ? ആ മുറിഞ്ഞു കൊടുത്താൽ ഞാനിവിടെ കിടക്കണം. നിങ്ങൾ രണ്ടുപേരും ഭർത്താവ് ഒരുമിച്ച് കിടക്കണം. അല്ല, അവർ കിടക്കട്ടെ. അവർക്ക് നമ്മളെ ഞാൻ തുറന്നു കൊടുക്കാൻ തയ്യാറാണ്. ഭർത്താവ് ഭാര്യയായിട്ട് തന്നെ രാത്രി അരിവാളും വെട്ടുകത്തിയും അടുക്കള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുക്കളയും കൂടെ ചവിട്ടി പൊളിച്ചിട്ട് ഒരു കാര്യമുണ്ട്, നിങ്ങൾ പറയുന്ന മുഴുവനും സത്യമൊന്നും അങ്ങേര് പറയുന്ന അല്ല. ഈ മനുഷ്യനെ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് ഈ ഓട്ടോ റിട്ടേൺ പോകുന്ന ഓട്ടോയിൽ ഞാൻ ഈ നടക്കലെന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകുന്നത്. അപ്പം എൻ്റെ കൂട്ടത്തിൽ എന്നെ ഒരാളെയായിട്ട് അവർ കൊണ്ടുപോകുമോ? വേറെ ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അവരെ ആ റോട്ടിൽ ഈരാറ്റുപേട്ട ടൗണിൽ വെച്ച് പുള്ളി വലിച്ച് അടിച്ച് നീ എൻ്റെ കെട്ടികളെ പരാതി പറയുന്നതല്ലാതെ സോമൻ ഈ പരാതി പറയുന്നതല്ലാതെ ഇപ്പം എന്തെങ്കിലും ഒരുമിച്ച് നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിട്ട് കുട്ടികളുമായിട്ട് ഒരുമിച്ച് താമസിക്കാനുള്ള എന്തെങ്കിലും നിർദ്ദേശം പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ട്? അയാൾ തയ്യാറാണെന്ന് പറയുന്നത്. വീട് നിങ്ങൾക്കിപ്പോൾ എന്തായാലും ശമ്പളം ഏതെങ്കിലും ചെറിയ വരുമാനം ഉണ്ടല്ലോ, അതുകൊണ്ട് അയാൾക്കും വരുമാനം ഉണ്ട്. വീടൊക്കെ ശരിയാക്കി എടുത്തൂടെ ഭാവിയിൽ?
അതൊന്നും നടക്കുന്ന കാര്യമല്ല സാറേ. നിങ്ങൾക്ക് അതാ ചോദിച്ചു ഈ കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് താല്പര്യമില്ല കുഞ്ഞുങ്ങളെ കാര്യം ഇവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ അവർക്ക് എന്താ അറിയാം കുഞ്ഞുങ്ങളുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് ഇപ്പൊ സോമനുമായിട്ട് ഭാര്യ പുറത്ത് ബന്ധം താമസിക്കാൻ നോക്കുമെന്നാ ചോദിച്ചത്. സത്യം എന്താണല്ലോ അതിനുള്ള ബുദ്ധിമുട്ട് ഇടപെട്ട സാധനം ഇടപെട്ടതാ. PC-കാരൻ്റെ പിന്നെ വെച്ച് പറഞ്ഞു, ജനകൂടെ എന്നെ വിടുവാണ്, ഞാൻ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞു. മണ്ണെണ്ണ ഒഴിച്ച് നീ പോയി ചത്തിച്ച് വഴിയെന്ന് പറഞ്ഞു. ഞങ്ങളുടെ സമുദായക്കാരോട് പറഞ്ഞു. പ്രീത ഞങ്ങളോട് യുവതി നൽകിയിട്ട് 1 വർഷമായി. പ്രീതയുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങളോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കും അതിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പ്രീതയ്ക്കും കുട്ടികൾക്ക് നല്ലൊരു സുരക്ഷിതത്വവും ഒരു നല്ല വീടും ഒക്കെ വേണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പ്രീതിയുടെ ഭർത്താവിൻ്റെ മദ്യപാനത്തിൻ്റെ ഇതുകൊണ്ട് നിങ്ങളെക്കൂടെ പറ്റുന്ന സഹായങ്ങൾ ചെയ്തതിന് സഹായിക്കണമെന്ന് ഞങ്ങൾക്ക് വലിയ അഭിപ്രായമുണ്ട്. അതിൻ്റെ കഥകൾ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. എല്ലാവരും നിന്ന് സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, കിട്ടുമെന്ന്. അതിൻ്റെ പിള്ളേരാണ് നല്ലപോലെ പഠിക്കുന്ന പിള്ളേരാണ്. അതൊക്കെ നല്ലൊരു ഭാവി ഉണ്ടാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അയാൾ തയ്യാറാണെന്ന് പറയും, നിങ്ങളുടെ ഭാര്യയായിട്ട് സ്വീകരിച്ച് തുറന്ന് താമസിക്കാൻ തയ്യാറാണെന്ന് മക്കളായിട്ട് തിരിച്ചാകുന്നത്. അതിന് പ്രതിയുടെ ഭാഗത്തു നിന്നാണ് ഒരു നിർദ്ദേശം വരേണ്ടത്. അയാൾ ആ മുറിയൊക്കെ തുറന്നു തരാം, ഭാര്യയെ പുറത്ത് ബന്ധം ഒരു മുറിയിൽ തന്നെ താമസിക്കാം, വീട് ശരിയാക്കാം. അതൊക്കെ അങ്ങനെ ഒരു ഇത് കൊടുത്തിട്ട് പുള്ളി ശരിയാക്കാന്ന് പറയുന്ന കാര്യമില്ല. ഇത്രയും കാലം ചെയ്തില്ലല്ലോ. അല്ല, നിങ്ങളുടെ വീട്ടിൽ പോയി ഉപദ്രവിക്കില്ലെന്ന് എന്താ ഉറപ്പ്? എനിക്ക് ഒരു ഉറപ്പുമില്ല. ഞാനാരും ഉപദ്രവിക്കാറില്ല, എനിക്ക് ഉപദ്രവിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ ഞാൻ കണക്ക് കൂട്ടിക്കുന്ന ലോകിപ്പെട്ട് വന്നാലും അവൾ എങ്ങനെ ജീവിക്കുന്നത്? അമ്മയുടെ കാണിക്കുന്നുണ്ട്. എന്റെ പെണ്ണിനെ പിടിച്ച് അന്ന് മുതലേ എനിക്കറിയാവുന്ന വിവരം എന്നോട് പറയണ്ടല്ലോ. ഉള്ള ജോലിക്ക് വിട്ട് കാശുണ്ടാക്കി 17 വർഷമായിട്ട് അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ലേ എന്തായാലും കഴിയുന്നത്. 15 വർഷമായാലും പോകാൻ കഴിഞ്ഞിട്ട് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കഴിയാതിരിക്കുന്നുണ്ട്. ഇപ്പോൾ അമ്മയുടെ ആഗ്രഹം മകളുടെ സാമ്പത്തിക ജീവിതം നന്നാവണമെന്നാണോ അതോ നശിക്കണമെന്നാണോ? ദാമ്പത്യം നന്നായി കാണണമെന്ന് ഓർത്താ ഞാൻ അതിനൊരു പരിഹാരമാണ് പറയുന്നത്. ഇപ്പോൾ സോമൻ പിന്നെ പ്രീതിയെ ഭാര്യയായിട്ട് ജീവിച്ച് മക്കളുമായിട്ട് ഒരുമിച്ച് താമസിക്കാൻ തയ്യാറാണ് സോമൻ പറയുന്നത്. എന്തെങ്കിലും കുഴപ്പങ്ങൾ അയാളുടെ ഭാഗത്തുണ്ടെങ്കിൽ ഞങ്ങൾ ഇടപെടൽ, ഈ കൈരളി TV ഇടപെടൽ, ഞങ്ങൾ കോടതിയിൽ നിന്നുള്ള ഞങ്ങളുടെ ഇടപെടലും അയാൾ ഇതുവരെ ഉണ്ടെങ്കിൽ മാറ്റി പ്രീതിയെ ഭാര്യയായിട്ട് സ്വീകരിച്ച് തുറന്ന് താമസിക്കാനാണ് സോമൻ തയ്യാറാവുന്നത്. അതല്ലേ അമ്മയ്ക്ക് ഇഷ്ടം? അങ്ങനെയാണെങ്കിൽ അയാളിനെ ഉപദ്രവിക്കില്ല, കുടിക്കില്ല, ആ പെണ്ണിനെ അടിക്കത്തില്ല, പിള്ളേരെ സംശയിക്കത്തില്ല, ഫോൺ വിളിക്കും. അത് ഞാൻ പറയാം, ഓരോ ഫോൺ വന്ന് ഓടി വന്ന് നിങ്ങളുടെ മുന്നിൽ വീട്ടിലുള്ളപ്പം വിളിക്കാൻ വരെ. വീട്ടിലുള്ളപ്പം കെട്ടും വീട്ടിലുണ്ടല്ലോ, കെട്ടുവിന്റെ കയക്കലോ ഫോൺ എടുത്ത് സംസാരിക്കാവോ? അപ്പം കെട്ടിന് സംശയം വരികയല്ലോ. പുറത്തോട്ട് ഇറങ്ങി പോയിട്ട് ഫോൺ വിളിക്കേണ്ട ആവശ്യമില്ല, ഏറ്റവും വീട്ടിൽ ഇരിപ്പുണ്ടല്ലോ. ഞാൻ ഏതായാലും ഇതെല്ലാം മനുഷ്യരും കാണുന്നത്. ഈ വിനു എന്ന് പറയുന്ന ആൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഈ മനുഷ്യനെ പേട്ടയെ വെച്ച് അയാളെ അടിക്കാനായിട്ട് വലിച്ചിറക്കിയത്? ഈ ഒരു പെയിന്റിങ്ങിന് പോകുന്ന ഒരു ചെറുക്കൻ അത്ര എനിക്ക് അതിനെപ്പറ്റി അറിയത്തുള്ളൂ. ഓട്ടോയ്ക്കകത്ത് നീ ചെറുക്കനെ വലിച്ചു മനസ്സിലായി. അത് പിന്നെ ഈ ചെറുക്കന്റെ ചേട്ടൻ എന്നെ അന്വേഷിച്ച് മില്ലി വന്നു. പിന്നെയും വന്നു. ഞങ്ങളുടെ പയ്യന് വഴി നടക്കത്തില്ല, ഇത് എന്നാ വിഷയമൊന്നും ചോദിച്ചു, നിനക്ക് പറഞ്ഞു നിർത്താൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു. അതിനാ ഓട്ടോക്കാര് സാക്ഷിയുണ്ട്. അറിയില്ലെന്ന് പറയരുത്. പട്ടണത്തിൽ വെച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ വാദി ആരാ പ്രതി ആരാ നോക്കുക, ഇടിച്ച് ഇല്ലാതെ അവരൊന്നും പറയോ? സ്വയം അവരന്വേഷിച്ചെന്ന് മേഡം എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഇങ്ങനെയാ, ഇങ്ങനെ പ്രശ്നമല്ല പറയുന്നൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ഒരു പ്രാവശ്യം വന്ന് ഒരു വണ്ടി എന്നെ ഇടിപ്പിക്കാൻ തുടങ്ങി. ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു സൂക്ഷിച്ച് നടന്നാൽ ചിലപ്പോൾ കിട്ടുക എന്ന് പറഞ്ഞു. വണ്ടി ഏതാന്ന് പോലും എനിക്കറിയത്തില്ല, എന്നെ ഇടിക്കാൻ എന്നെ വന്ന് തെറി. ലോകം മുഴുവൻ കാണുന്ന ഒരു പരിപാടിയിൽ വന്നിരുന്ന് രണ്ടുപേരിൽ ആരോ ഒരാൾ കള്ളം പറയുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മുറിയുടെ വാതിൽ അങ്ങ് തുറന്നു കൊടുത്തത് കൊണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി പോയി അവിടെ പോയി ജീവിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ ശരിയാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന് പകരം നിങ്ങൾക്ക് ഈ അദാലത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങളോടൊപ്പം തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള കൗൺസിലിംഗ് മാത്രം പോരാ, കൗൺസിലിംഗ് നടത്തി കഴിയുമ്പോൾ നിങ്ങളിൽ ആരോ ഒരാൾക്ക് കൃത്യമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളുണ്ട്. അതായത് നിങ്ങളുടെ പെരുമാറ്റ വൈകല്യങ്ങളുണ്ട് നിങ്ങൾക്ക്. അത് ആർക്കാണോ ഉള്ളത്, ഇദ്ദേഹമാണ് സംശയിക്കുന്നതെങ്കിൽ ഇദ്ദേഹത്തിനാണ് ആ സംശയ രോഗം ഉള്ളത്, പ്രീതിയാണെങ്കിൽ പ്രീതയ്ക്കാണ് ആ രോഗം ഉള്ളത്. ഒരു നിമിഷം റെക്കോർഡ് ചെയ്ത ഫോൺ കോൾ കേട്ടിട്ട് അത് മനസ്സിലാവും. ഇവരിൽ ആരാണ് കറക്റ്റ് എന്നുള്ളത് നമുക്കിപ്പോ മനസ്സിലാവാം. ഒന്ന് ഇടോ കേൾക്കാം. എന്റെ പെൺകൊച്ചിനല്ലാതെ ഇതിനകത്ത് ഒരു സാധനവും ഇല്ല. ഹലോ, എന്ത് മകനായാലും
നീ ഒന്ന് ഈ പേരക്കകത്ത് കിടക്കാനുള്ള നിനക്ക് യോഗ്യതയില്ലടി. നിന്റെ അമ്മ കാണിച്ചത് തന്നെയാണ്. അവിടെ അപ്പനാണോ ചോദിച്ചു തുടങ്ങാം? ചോദിച്ചേ, ഞാൻ ചോദിച്ചു. മേലെ കേട്ടക്കട അടിച്ചാൻ പറിക്കും ഞാൻ കോടതി വെച്ച് ഞാൻ അടിക്കും നിന്റെ ചെക്കുറ്റിക്ക്. നിന്നെ വിളിച്ച് ഞാൻ അങ്ങോട്ട് കോടതിയിലോട്ട്. ജോഷിച്ചേട്ടനെ വിളിച്ചാന്ന് അവള് പറയുന്നല്ലേ. ജോഷി ആരടാ നിന്റെ അപ്പനാണോ അത്? അവിടെ പറഞ്ഞത് അവൻ പറഞ്ഞു പറഞ്ഞു ഇന്ന് പറഞ്ഞത് നീ അങ്ങോട്ട്. അവന്റെ അടുത്ത് ഇവരൊന്നുമല്ല. അവൻ്റെ അടുക്കട ഞാനേ മറ്റേ ഷാജിയെ മറ്റവന്റെ സ്കൂട്ടർ ഇവനറിയത്തില്ല. ഇവന്റെ അനിയൻ വന്നപ്പോൾ ചോദിച്ചായിരുന്നു, അമ്മയ്ക്ക് വിളക്ക് കാണിക്കുന്ന മകന് രാത്രിയിലും പകലുമായിട്ട് അല്ലേ, ഇങ്ങോട്ട് വരാൻ പറ, ഞാൻ ചെയ്യാം. ഈ കൂരവിട്ടും കൊടുത്താ മറ്റെടുത്ത്. അവനത് പറഞ്ഞില്ല ഇങ്ങോട്ട് പള്ളയ്ക്ക്. മറ്റേ അമ്പാറക്കാരുണ്ട്. ഞാനും എൻ്റെ അനിയോടെ ഒന്ന് കൊടുത്തത് അവനിട്ട്. അവനറിയില്ല. ഇനിയും വരുവാ. ഈ നാളെ തൊട്ട് എൻ്റെ അനിയന് ഇവിടെ താമസം തുടങ്ങാൻ പോവാ ഈ വീട്ടിൽ കേട്ടോ. നീ ഓർത്തോ. 3 സെന്റ് സ്ഥലം കൊടുത്ത് അവനെ എഴുതിക്കുക. നീ എൻ്റെ അനിയൻ ഇവിടെ വരിക താമസിക്കാനായിട്ട്. നിന്റെ അമ്മയോട് പറഞ്ഞ എൻ്റെ ജീവിതം നിന്റെ തന്റെ നല്ലയായിട്ട് കടത്തിയത് നിന്റെ അമ്മ കാരണമാണ് ഞാൻ ഈ ജീവിതത്തിലോട്ട് പോയത്, എന്നെ മാറിപ്പോയത്. ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ എനിക്ക് കിട്ടുമായിരുന്നു. പക്ഷെ നിന്റെ അമ്മയും നിന്റെ വല്യമ്മയും കൂടെ ഈ അച്ഛൻ്റെ ജീവിതം തകർത്ത് നിനക്കറിയത്തെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ചോദിര അപ്പന് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ടുണ്ടെന്ന് ചോദിരും നിന്റെ അമ്മയോട്. ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട് നിന്റെ അമ്മയോട് ചോദിര്. അവിടെ അപ്പനാണ്. എന്നിട്ട് നീ എന്നോട് സംസാരിക്കണം. അതല്ലാതെ എന്നോട് സംസാരിക്കണമല്ലോ കൊല്ലും ഞാൻ. മനുഷ്യരുടെ പറഞ്ഞോട് കരിക്കിട്ട് തരുമെന്നാ പറയുന്നത്. നീ ഒന്നും ചെയ്യാൻ പറ്റില്ല നിനക്ക്. ഈ ഭൂലോകത്തെ ഒന്നും ചെയ്യാൻ ആർക്കും എന്നെ കൊണ്ട് പറ്റില്ല. ഇത് വല്ല കേട്ടോ. നിന്റെ അമ്മയോട് പറഞ്ഞേരെ. ഇത് വെറുതെ ഒന്നും തിരിയല്ല, നിങ്ങളൊന്നും തിരിയല്ല, മക്കളൊന്നും തിരിയല്ല. എനിക്ക് ഈ ഒരു കൊച്ചു മാത്രമേ ഉള്ളൂ. ഈ ഒരു കൊച്ച് ഇങ്ങോട്ട് നോക്കിയേ. ഈ ഒരു കൊച്ചു മാത്രമേ എനിക്കുള്ളൂ. ഈ കൊച്ചിന് വേണ്ടി ഞാൻ എഴുതി വെക്കും. ഇത് ഞാനില്ലാത്തപ്പോ പിള്ളേരെ പറയുന്ന തെറികളായിരുന്നു. കൊച്ചിന്റെ അടുത്ത് ഇങ്ങനെ കൊച്ചിരിക്കുന്നിടത്തോട്ട് ഞങ്ങൾ ഈ കിടക്കുന്ന മുറിയിലോട്ട് കയറി ചെന്നാ പുള്ളി പറയുന്നേ. അവിടെ വീട്ടിൽ വെച്ച് കൊച്ച് ഓണാക്കി സോമന്റെ മോളോട് ഭയങ്കര സ്നേഹമുണ്ടല്ലേ അല്ലേ? മോളോടുണ്ടാവും. ചെറുക്കന് ഈ തിരിച്ചുവ്യത്യാസം തള്ള പറഞ്ഞു കൊടുക്കാൻ ഇതൊക്കെ സോമൻ പറഞ്ഞത് തന്നെയാണ്. തന്നെ പറഞ്ഞു തരാം. അപ്പൊ സോമൻ ഇത് ഇങ്ങനെ പറഞ്ഞതായിട്ട് സോമന് ഓർമ്മ ഇല്ലായിരുന്നു ഞങ്ങളോട്? അല്ല അപ്പൊ ഞങ്ങളോട് പറഞ്ഞല്ലോ സോമൻ ഒരു തെറി പറഞ്ഞ കാര്യം ചോദിക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ചോദിച്ചെങ്കിൽ പറയും. അതെന്താ അമ്മയ്ക്ക് വിളക്ക് പിടിക്കുന്ന മകൻ? അതിന്റെ അർത്ഥം എന്തോ? അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഇവള് പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ കൊച്ച് ടി വിക്ക് ഓളിയും കൂട്ടും. അപ്പോൾ സംസാരിക്കുന്ന കേൾക്കത്തില്ല. അപ്പൊ ഞാൻ പിന്നെ പോയി മുറ്റത്ത് ഇറങ്ങി നിൽക്കണം കേൾക്കണല്ലോ. ഇപ്പൊ ആ കൊച്ചിന്റെ പേരെന്നതാ ഈ പുള്ളി ഉദ്ദേശിക്കുന്നത്? സംസാരിക്കുന്നേ സ്വന്തം മകനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാൻ ഈ റെക്കോർഡ് നിങ്ങൾ പറഞ്ഞാണെന്ന് പറയുന്നത് പിന്നെ എങ്ങനെയാണെങ്കിൽ ഒരു ഭാര്യയുടെയും മകൻ്റെയോടുള്ള പ്രതിബദ്ധതയിൽ നിങ്ങൾ കാണിച്ചിരിക്കുന്നത് ഉറപ്പാണ്. നിങ്ങൾ പറയുന്നതിനകത്ത് വാസ്തവം ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാൻ എന്റെ കേസ് കെട്ടിനെല്ലാം എന്റെ കൊച്ചു കൂട്ട് നിൽക്കാന്നല്ലേ പുള്ളി പറയോ? അതന്നെ ഒരു 14 വയസ്സുള്ള ചെറുക്കനെ കുറിച്ചും ഒരു അമ്മയെ കുറിച്ചും ഉടനെ വോള്യൂം കൂട്ടി വെക്കുന്നു പറയുന്നല്ലോ. നിങ്ങളൊക്കെ എവിടത്തെ ആൾക്കാരാണ്? ആ കൊച്ചിന് എന്റെ കൊന്നു വേണം. മനുഷ്യന്റെ സമനില ചില സമയത്ത് നേരെയാകണമെന്നില്ല. ടെൻഷൻ ഈ കൊച്ചിനോട് വല്ല പറഞ്ഞത് ഇവിടെ കേക്ക തന്നെ ഞാൻ പറഞ്ഞത്. കൊച്ചിന്റെ കേക്കലല്ല, ഇവിടെ കേക്ക പറഞ്ഞു. കൊച്ചുങ്ങൾ വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. ഇവളും ഇറങ്ങി വന്നിരുന്നു ഫോൺ വിളിച്ചാ. മുമ്പ് ഞാൻ ആ ഓട്ടോയുടെ കേസ് പറഞ്ഞു, ഓട്ടോയിൽ വിളിച്ചിറക്കിയ കേസ് പറഞ്ഞതാണ് ഈ അമ്പാറനിരപ്പയിലുള്ള മനുഷ്യന്റെ കാര്യം. അർത്ഥം അല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് നമ്മളെ എല്ലാവരെയും പോലെ പ്രോപ്പറായിട്ട് ചിന്തിക്കാനുള്ള ഒരു ബ്രെയിൻ ഇതില്ല. അതുകൊണ്ട് അവര് തീർച്ചയായിട്ടും രണ്ടുപേരും കൂടി ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള പോയിട്ട് ഒരു ട്രീറ്റ്മെന്റിന് തെറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാത്ത കാര്യമല്ലേ? കൊന്നുകളയെന്നൊക്കെ അല്ലേ പറയുന്നത്? അത് ആ സമനില തെറ്റുന്നല്ലേ പറഞ്ഞു. ആ സമനില എപ്പോഴാ തെറ്റുന്നത്? ഇവിടെ പറയും എന്നെ ആദ്യം കയറി പറഞ്ഞു കഴിയുമ്പോൾ ബാക്കി ഞാനും പറയും. ഇനി ഞാനൊരു റെക്കോർഡും ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. എന്നെ ഫോണിൽ ഒരു റെക്കോർഡിങ് എനിക്കറിയത്തില്ല. വരുന്ന കോൾ എടുക്കുന്നു. നിങ്ങൾ എന്ത് തെറി പറഞ്ഞാലും ഒരു കൊച്ചിനെ കുറിച്ച് അമ്മയെ കുറിച്ച് ഇത് സംസാരിക്കരുത്. ഇതിപ്പോ നിങ്ങൾ സമ്മതിച്ചത് ഭയങ്കര ചീത്തയായി പോയി. പറയേണ്ട വന്നു കഴിഞ്ഞാൽ മാഡം പറയാതിരിക്കാൻ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ്. നാണമല്ലേ നിങ്ങളുടെ സ്വന്തം മകനെ പറ്റി അങ്ങനെ പറയാൻ?
നിങ്ങളെ രക്തത്തിന് കേൾക്കുന്ന ഭാഗങ്ങളെ ഞാൻ പറയാറുള്ളൂ, കേട്ട ഭാഗങ്ങള്. എന്തുമാത്രം ത്യാഗം സഹിച്ച അവിടെ അടുത്തുള്ളവർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, രാത്രി കിടന്ന് തെറി പറഞ്ഞു ഇവള് കൊച്ചിനെയാണോ സോമന. ഞാൻ ഈ പണിക്ക് പോകുമ്പോഴെല്ലാം ഈ കൊച്ചിനെ നോക്കുന്നതെല്ലാം ആ ചെറുക്കൻ കൊച്ചാ, അവനാ കൊച്ചിന്റെ അമ്മ. ഈ എന്റെ മകൾ നീ പുള്ളി പറയുന്നുണ്ടല്ലോ, വയറ്റിലുണ്ടായപ്പോ ഒരു ഗുളികയുടെ ചെലവേ ഉള്ളു, അതിനെ കൊണ്ട് കളയാൻ പറഞ്ഞ മനുഷ്യനാ. എനിക്ക് താല്പര്യമില്ല, കാരണം ഞാൻ വളരെ കഷ്ടപ്പെട്ട ഇതിനകത്ത് ഇത്രയും ഞാൻ കയറി വന്നത്. കാര്യം എനിക്ക് സമ്പാദ്യം ഒന്നും ഇല്ലല്ലോ, എന്റെ അഭിമാനം. അല്ല, എനിക്ക് തുടർന്ന് പോകണമെന്നില്ല. ഇപ്പൊ ഞങ്ങക്ക് കിടക്കാൻ ഒരിടം ഇല്ല. ബന്ധം പിരിയാൻ കൊടുത്തു കഴിഞ്ഞാൽ ബന്ധം പിരിഞ്ഞിട്ട് എനിക്ക് റോട്ടിൽ ഇറങ്ങിപ്പോവാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് അതിന് കൊടുക്കാതിരുന്നത്. എല്ലാരും ചോദിക്കും എങ്ങനെയാ അവിടെ കിടക്കുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. മരണത്തിലൊന്നും ഇപ്പൊ ഭയം ഇല്ലെന്നായി, കാരണം അതൊക്കെ ആ ഭയമൊക്കെ എന്തേ ഇപ്പൊ അത് പിന്നെ പ്രീതി ഉദ്ദേശിക്കുന്ന പരിഹാരം എന്തോ? ഇവിടുന്ന് ഈ കൈരളി ടിവിയിൽ പരാതി കൊടുക്കുമ്പോ ഇവിടുന്ന് എന്ത് പരിഹാരമാണ് ഉദ്ദേശിച്ചത്? എനിക്കും പിള്ളേർക്കോട് താമസിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരണം. അന്ന് 20,000 രൂപ ഞാൻ കൊടുത്തായിരുന്നു ഈ ആധാരം ബാങ്കിൽ ഇരുന്ന് എടുക്കാൻ വേണ്ടി. പുള്ളി ചോദിക്കുന്ന ഇപ്പൊ രേഖ ഉണ്ടോ? 2 വർഷം കൊണ്ട് 20,000 രൂപ ഉണ്ടാവുക സാറേ. എത്ര വർഷം കൊണ്ട് ഉണ്ടാക്കിയതൊന്നും അറിയത്തില്ല. എന്റെ കയ്യിലുണ്ടായിരുന്ന കാശ് ഞാൻ അന്നേരം കൊടുത്ത് ഇത്രയും സ്വത്തില്ല. എന്റെ അപ്പൻ 5 പൈസ മക്കളോട് മേടിക്കാറില്ല, മക്കൾക്ക് അപ്പം കൊടുക്കാറുള്ളായിരുന്നു. ആ വസ്തു എഴുതി കിട്ടുന്ന കാര്യത്തിനകത്ത് അത് അയാൾ വിചാരിച്ചെങ്കിലേ നടക്കത്തുള്ളൂ. അല്ല, പുള്ളി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്, സഹോദരനെ കൊടുക്കുമെന്ന്. അത് പറയുന്നതിന് ഒറ്റ ഒരു കാരണമുണ്ട്, ഒരു 10 ദിവസം വിളിച്ചോണ്ട് വന്നിട്ട് പിള്ളേരെ ഭീഷണിപ്പെടുത്തി ഇതാക്കി കേസ് മടുത്തു. ഞാൻ കൂടി വന്ന ഒരു 5 വർഷം കൊണ്ട് ഒരു അഗ്രിമെന്റ് ഞാൻ എന്റെ മനസ്സിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന ഈ പിള്ളേർക്ക് പുള്ളി കുറച്ച് സ്ഥലം കൊടുക്കട്ടെ, അവരുടെ വീട് വെച്ചാൽ അവർക്ക് കിടക്കാൻ മേലെ, അത് എൻ്റെ മനസ്സിലുള്ളൂ. അല്ല പുള്ളി മുഴുവൻ കൊടുക്കണമെന്നോ പുള്ളി അനാഥനായി പോകണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു 4 സെന്റ് സ്ഥലം ഈ പുള്ളിക്ക് കൊടുക്കാൻ മേലെ, എനിക്ക് തരണ്ട. ഞാനെല്ലാം എൻ്റെ ജീവിതം പോയി, ഞാൻ എൻ്റെ കേസ് വിട്ടു. ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം, ഇതിങ്ങനെ മുമ്പോട്ട് പോയാൽ അതൊരു തീരുമാനമാകാതെ പുള്ളി അത് ആർക്കെങ്കിലും എഴുതി കൊടുത്ത് അല്ല വിറ്റ് തൊലച്ച് നശിപ്പിച്ച് കളയും. ഒരു പകുതി ആ കുഞ്ഞുങ്ങളുടെ പേരിൽ ഇപ്പോൾ കൊടുക്കാൻ മേലെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്റെ കാലശേഷം കഴിയാതെ ഒരു പിള്ളേർക്ക് ഞാൻ കൊടുക്കില്ല, അത് പിള്ളേർക്ക് മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് ഒരു വീതം വെച്ചിട്ടുള്ള ഒരു സംഭവം കാലശേഷം പറഞ്ഞ് എഴുതി വെക്കാമെന്ന് ചോദിച്ചാൽ അത് മതിയല്ലോ. കോടതി പറഞ്ഞാൽ ഞാൻ അന്നേരം അവർക്ക് 3 സെന്റ് സ്ഥലം വേണം. കൗൺസിലറുടെ പിന്നെ വെച്ച് ഞാൻ പറഞ്ഞാൽ എഴുതി വെക്കാന്ന്. കൗൺസിലറുടെ പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു പറ്റുകല, 3 സെന്റ് സ്ഥലം ഞങ്ങൾക്ക് വേണം. അങ്ങനെയല്ല, രണ്ടാമത്തെ കൗൺസിലിംഗ് പുള്ളി സമ്മതിച്ചിട്ട് പോയി. 3ാമത് തീരുമാനമാക്കാൻ വേണ്ടി വന്നപ്പം പുള്ളി കർശനമായിട്ട് പറഞ്ഞു നടക്കുകയല്ലെന്ന് പറഞ്ഞു. നടക്കാന്ന് പറഞ്ഞാൽ 3 സെന്റ് സ്ഥലം നീ ചോദിച്ചോടാ തരികയെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ കാലശേഷം പിള്ളേർക്ക് തരാം, അത് എഴുതി വെക്കാമെന്ന് ചോദിച്ചാൽ എഴുതി വെക്കാമെന്ന് പറഞ്ഞു. അന്നേരം പാലായിരുന്ന മാഡത്തിനോട് പറഞ്ഞു എനിക്ക് 3 സെന്റ് സ്ഥലം വേണം, അങ്ങനെ പിള്ളേരുടെ ജീവിതത്തിലേക്ക് കാലശേഷം എന്ന് എഴുതി വെച്ചാൽ എനിക്ക് വേണമെന്ന് പറഞ്ഞു. നിങ്ങളുടെ മകള് സുരക്ഷിതമായിട്ട് ഒരു വീടിനകത്ത് ജീവിക്കണമെന്ന് എന്നോട് പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു, സമയം കാശ് തിരിച്ചടച്ചോ, അടുത്ത ലോൺ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. രണ്ടുപേരും കൂടി ഞാൻ വേറെ പണിയായിട്ടില്ലോ, പഠിപ്പിക്കാനല്ലോ. സോമൻ പറയുന്ന സോമന്റെ കുട്ടികളെ അല്ല, നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ ഈ ഇത്തരം ഇതെല്ലാം മാറ്റി വെച്ചിട്ട് 2 പേരും കൂടി ആ വീട് ഒന്ന് പൂർത്തിയാക്കുക. അതായത് ഇവർ പുറത്താണല്ലോ കിടക്കുന്നത്, ഒരു പെൺകുട്ടി വളർന്നു വരുന്ന ഒരു പെൺകുട്ടി, ഒരു മുറിയല്ലേ ഉള്ളൂ, അത് നിങ്ങൾക്ക് കിടക്കണം. അപ്പൊ നിങ്ങൾ അവർക്കും കൂടി കിടക്കാൻ പാകത്തിന് സുരക്ഷിതമായിട്ട് ഒരു മുറിയും കൂടി പണിതിട്ട് അവർ അവിടെ ജീവിക്കട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ മേലൊരു കണ്ണു വേണ്ടേ? ഞാൻ പറഞ്ഞു നിങ്ങൾ കള്ളമാണെന്ന് പറഞ്ഞാലും വേണ്ടിയല്ല, എന്നാന്ന് പറഞ്ഞാലും എനിക്ക് ഇവിടെ കള്ളോ സത്യം ഞാൻ പറഞ്ഞു ഞാൻ ഒരാളെ നമ്പർ തരാം, നിങ്ങൾ വിളിച്ചു ചോദിക്കാൻ പറഞ്ഞു. ഇവിടെ ഇനിയിപ്പോ നമുക്ക് അതൊന്നും വേണ്ട. നിങ്ങൾ എങ്ങനെ മുമ്പോട്ട് ജീവിക്കണം, നിങ്ങളുടെ 2 കുട്ടികളെ ചർച്ചയ്ക്ക് വന്നവരാ നേരത്തെ പറഞ്ഞതല്ലേ പറഞ്ഞതല്ലേ, അത് ഇനി അങ്ങ് ചെയ്തുകൂടാ കോടതി വെച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ മകളോട് വലിയ താല്പര്യമല്ലേ, മകളുടെ പേരിലെങ്കിലും ഞാൻ കോടതിയിൽ ചെയ്യുന്നുള്ളത് ഇല്ല. ഈ പുള്ളി പറയുന്ന കോടതിയിൽ അങ്ങനെയല്ല സംസാരം ഉണ്ടായത്. അപ്പൊ ഇങ്ങനെ എഴുതി വെക്കാന്ന് പറഞ്ഞപ്പോ ആ മേഡം ചോദിച്ചു നിങ്ങൾക്ക് തിരിച്ചെടുക്കാവല്ലോ എപ്പം വേണേലും. അപ്പൊ അത് പിള്ളേരുടെ പേരിലോട്ട് പിള്ളേർക്ക് മാത്രം എന്തായാലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എഴുതി വെക്കണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി സമ്മതിച്ചില്ല. മകളോട് വലിയ താല്പര്യമില്ലേ, ഇപ്പൊ പറഞ്ഞതിനകത്ത് മകളോട് വലിയ താല്പര്യം, ആ വസ്തു മകളുടെ പേരിലോട്ട് കാലശേഷം എഴുതി വെച്ചാൽ മതി. ഞാൻ പറയാനുള്ള ഇപ്പം പറഞ്ഞു കഴിഞ്ഞു, ഇനി അതിനകത്തൊരു മാറ്റം എനിക്ക് ഇനി ചിന്തിക്കാനില്ല. കോടതി കമ്മീഷൻ വിസ്താരം നടന്നു, ഇനി വാദം നടന്നു. ഇവിടെ തീരുക എന്നുള്ള അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. എനിക്ക് വരേണ്ട ആവശ്യമില്ല, ഞാൻ എന്നാലും വന്നു. വിളിച്ചപ്പോൾ ഒരു മര്യാദ, ആ മര്യാദ എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ ഭാഗത്ത് എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ പിള്ളേരെ ഒരു ഭാഗം ഞാൻ പറഞ്ഞു തന്നെ ഞാനിപ്പോഴും സമ്മതിക്കും. ബാക്കി ഒരു ഭാഗത്ത് എൻ്റെ തെറ്റിൽ നിന്നുള്ള അറിയാവുന്നതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്, ഇല്ലെങ്കിൽ വരികയില്ല.
തെറ്റുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പോരുക. നിങ്ങളുടെ പെൺകുട്ടിക്ക് എത്ര വയസ്സായി? അതുകൊണ്ട് ഇനി ഒരു ഇവിടെ ചർച്ച ഇനി ഇവിടെ എന്നാ പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ കോടതി തീർക്കാം. അതിനകത്ത് വേറെ നിങ്ങൾക്കൊന്നും ചെയ്യാനൊക്കെ അയാളെ നിർബന്ധിച്ച് നിങ്ങളുടെ മക്കളുടെ പേരിലോട്ടൊന്നും എഴുതിപ്പിക്കാനുള്ള നിയമവശമൊന്നുമില്ല. പിന്നെ അയാൾ നിങ്ങൾക്ക് ഇതാണ് വിൽക്കാൻ പോകുന്ന കണം ഒരു ഉദ്ദേശം കിട്ടുകയാണെങ്കിൽ കോടതി കൊണ്ട് ചെന്ന് ഈ മക്കളുടെ കാര്യം നിങ്ങളുടെ കാര്യം പറഞ്ഞ് സ്റ്റേ ചെയ്യാന്നുള്ളത് തക്കാല. അല്ല അതിന് അത് ഒരു പക്ഷേ മേടിക്കാൻ ഇപ്പം വിൽക്കാൻ പോകുന്ന ഇങ്ങനെ മക്കൾ 2 മക്കളും ഉണ്ട്, ഭാര്യയുണ്ട്, അവർക്ക് തരാതെ മന്യർക്ക് പറ്റുപോകുന്നു പറഞ്ഞു അയാളെ അത് സ്വന്തം അവകാശത്തിലുള്ള അത് വിവാഹപ്രായമായിരുന്നെങ്കിൽ വിവാഹ ചെലവിന് വേണ്ടി അത് ചെയ്യാനെന്തെങ്കിലും ചെയ്തു. ഇപ്പം അതും ആയില്ലല്ലോ. ഇപ്പോൾ പഠിത്തത്തിനുള്ള ചിലവ് കൊടുത്തുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഇപ്പോൾ അതും ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം പ്രീതി ഇപ്പം അയാൾ അതിനകത്ത് തയ്യാറല്ലാത്തതിനെ കൊണ്ട് ഇപ്പം ഒരു പരിഹാരമുള്ളതാണ് ചെയ്യുന്നത്. ഫാമിലി കോടതി ഇപ്പോൾ എന്തായാലും കേസുണ്ടല്ലോ, ആ കേസ് തുടർന്ന് നടത്തുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല അറിവ് കിട്ടുകയാണെങ്കിൽ പിക്കാൻ പോകുന്ന കണമലത്ത് കിട്ടുകയാണെങ്കിൽ ആ കോടതി തന്നെ നിങ്ങൾക്ക് വക്കീലിൻ്റെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കോടതിയിൽ നിന്ന് എന്തെങ്കിലും പരിഹാരം ചിലപ്പോൾ കിട്ടിയേക്കും. അത്ര മാത്രമേ ഇതിനകത്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ. അത് അയാളുടെ പേരിലായതിനെ കൊണ്ട് നിർബന്ധിച്ച് മക്കളുടെ പേരിലോ നിങ്ങളുടെ പേരിലോ എഴുതണം. അതായത് സ്വയമേവ അതിനകത്ത് ചെയ്തെങ്കിൽ മാത്രമേ ഇപ്പം ചെയ്യാനൊക്കത്തുള്ളൂ, നിർബന്ധി ചെയ്യാനൊക്കത്തില്ല. പിന്നെ ഈ ഫാമിലി കോടതി കേസുണ്ടായതിനെ കൊണ്ട് ഭാവിയിൽ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ വക്കീലുമായിട്ട് ആലോചിച്ച് അത് ആ നടപടി സ്റ്റേ ചെയ്യാനോ വല്ലോ നടപടി എടുക്കാൻ ശ്രമിക്കാമെന്ന് മാത്രമേ ഇപ്പോൾ ചെയ്യാനൊക്കത്തുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവർക്ക് ഒന്നിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇവർ തീർച്ചയായിട്ടും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്യുകയും അവർ രണ്ടുപേരും ആ സൈക്കോളജിസ്റ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി ആരുടെ ഭാഗത്താണ് ഈ പ്രശ്നങ്ങളുള്ളത് എന്നുള്ളത് രണ്ടുപേരും കൂടി ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് ഇവർക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ളൊരു സാധ്യത ഇപ്പോൾ ഇവിടെയുള്ളൂ. അതില്ലാത്തടത്തോളം കാലം ഇവർ രണ്ടുപേരും ഒന്നിച്ച് ഇവരിപ്പോൾ തന്നെ പരസ്പരം വീണ്ടും ഞാൻ ആളുടെ കൂടെ പോയി ആളുടെ കൂടെ പോയാന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും കൂടെ ആരോപണം ചെയ്യുക. അപ്പോൾ അത് പിന്നെ സ്ഥലത്തിനും ഇതിനും വേണ്ടി മാത്രമാണെങ്കിൽ അത് കോർട്ട് നിശ്ചയിക്കണം. കുട്ടികളുടെ ജീവിതത്തിൻ്റെ ഒരു ഇതിനെയും കൂടി കരുതിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇനിയും മുമ്പിൽ ഉണ്ട്. നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോവുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ അവരുമായിട്ട് സംസാരിക്കുക, അവർ തരുന്ന മാർഗ്ഗങ്ങളെ നിങ്ങൾ സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. അപ്പോൾ എപ്പോഴെങ്കിലും ഭാവിയിലെങ്കിലും നിങ്ങൾ പറ്റിയ അബദ്ധങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ജീവിക്കാനും ആ കുട്ടികൾക്കൊരു സമാധാനം കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഇത്രയും കേട്ടതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് വെച്ചാൽ പുള്ളിക്കാരി വിവാഹത്തിന് ശേഷം ഒരുപാട് തരത്തിലുള്ള പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട്. അത് പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഭർത്താവിനെതിരെ ഒരു ക്രിമിനൽ കേസ് എടുക്കാനോ അത് ശക്തമായിട്ട് കൊണ്ടുപോകാനോ ഒന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല. അത് കാരണമാണ് ഈ പുള്ളി ഇത്രയും ധൈര്യമായിട്ട് കേസുമായിട്ട് പോകാം, അവർക്ക് പരിഹാരമൊന്നും കൊടുക്കാനായിട്ട് ഒത്തുതീർപ്പാവാൻ പറ്റില്ല എന്ന് ഇത്രയും ധൈര്യമായിട്ട് പറയുന്നത്. ഒരു സ്ട്രോങ് ക്രിമിനൽ കേസ് ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ധൈര്യമായിട്ട് ഇങ്ങനെ ഒരു പറയത്തില്ലായിരുന്നു. ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലേ ക്രിമിനൽ കേസ് വരുള്ളൂ, ഇല്ലെങ്കിൽ വരികയല്ലോ. അത് സ്വാധീനിച്ച് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പൊ തന്നെ പുള്ളി പറഞ്ഞു എനിക്ക് മെമ്പറെ വിളിച്ചോ എന്ന് പുള്ളി ധൈര്യപൂർവ്വം പറയുന്നുണ്ട്. ആ മെമ്പർ പുള്ളിക്ക് സപ്പോർട്ട് കൊടുക്കുമെന്നുള്ളത് പുള്ളിക്ക് 100% ഉറപ്പാണ്. എനിക്ക് ആ ഉറപ്പില്ല. രണ്ടുപേരുടെ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ആരാണ് സത്യം പറയുന്നത് ആരാണ് കള്ളം പറയുന്നത് കണ്ടുപിടിക്കാൻ തന്നെ വലിയ പാടായിരിക്കുന്നു. ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ രണ്ടുപേരും തയ്യാറല്ല. സോമൻ പറയുന്നത് താൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറയുന്ന പോലെയാണ് സോമൻ പറയുന്നത്. സോമനും ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. നമ്മൾ ഈ കാര്യത്തിൽ ഞങ്ങളോ അല്ലെങ്കിൽ അദാലത്തോ ഒരു മുടിവെടുക്കാൻ ഒക്കാത്തൊരു നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ജീവിതം മടുത്തുപോയ പ്രീതയ്ക്ക് ഇങ്ങനെ പ്രതികരിക്കാൻ കഴിയൂ. കുട്ടികൾക്കുള്ള ജീവനാംശമെങ്കിലും കൃത്യമായി കിട്ടണമെന്ന് പ്രാർത്ഥിക്കാനേ കഴിയൂ. പുതിയൊരു കഥയുമായി ജീവിതം സാക്ഷിയുടെ അടുത്ത അധ്യായത്തിൽ കാണാം. നന്ദി.